ഹലോ ഗായ്സ്, ഇന്ന് വേണ്ട ഞാൻ മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ മക്കളാക്കാൻ പോകുന്നത്. ഇന്ന് രണ്ടുപേർക്കും ബാഗ്ലെസ് ഡേയുടെ ട്രിപ്പുണ്ട്. അപ്പോൾ ബാഗില്ലാതെ ലഞ്ച് കിറ്റ് മാത്രമാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നത്. 1 ഡേ ട്രിപ്പാണ്. അങ്ങനെ മക്കളെ കൊണ്ടുപോകാൻ പോകുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ കാലിൽ എന്തോ ഒന്ന് നോക്കാൻ നേരത്താണ് ഈ കാഴ്ച കണ്ടത്. ദാണ്ട് വീട്ടിൽ ഇടുന്ന സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇത്രയും വലിയ ഗതികേട് വേറൊന്നിനുമില്ല കേട്ടോ. ഇത്രയും വലിയ ജയസൂര്യൊക്കെ പറയുന്ന പോലെ ഇത്രയും വലിയ ഗതികെട്ട ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ കർത്താവേ എന്ന് പറയുന്ന കണക്കായിപ്പോയി എൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ സ്കൂളിലെത്തിയപ്പോൾ എനിക്ക് മക്കൾ ആദ്യമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് മക്കൾ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. ഒരു ട്രിപ്പിന് പോകുന്നത്. ഞങ്ങൾ ഇതുവരെ രണ്ടുപേരും ഒന്നിച്ചല്ലാതൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളില്ലാതെ മക്കൾ പോയിട്ടുമില്ല. പക്ഷെ അതിൻ്റെ ഒരു ഇതും മക്കൾക്കില്ല കേട്ടോ. അമ്മക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും വിഷമമൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് പോവുകയാണ് എന്താ ഏതാണെന്നൊക്കെ അറിയാനായിട്ട്. രണ്ടുപേരും പക്ഷെ ഭയങ്കര പൊങ്കലിലും കാര്യങ്ങളൊക്കെയാണ്. ഒരാൾ പോക്കറ്റിൽ കൈയിടുന്നു, ഒരാൾ ഡാൻസ് കളിച്ച് പോകുന്നു. ഭയങ്കര പൊങ്കലിലൊക്കെ ഇങ്ങനെ നോക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. നേരത്തെ എണീക്കുകയും പല്ല് തേക്കുകയും കുളിക്കുകയും ഫുഡ് കഴിക്കുകയും എല്ലാം ചെയ്തായിരുന്നു. അങ്ങനെ ഓരോരോ സ്കൂൾ ബസ്സുകൾ വരാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ മക്കളെ ക്ലാസ് റൂമിലാക്കി. എന്നിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഓരോ സ്കൂൾ ബസ്സുകൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ നല്ല കെയറായിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അവരുടെ കയ്യിൽ രജിസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ നോക്കണ്ടേ, എല്ലാവരും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് രജിസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു പോയി വീട്ടിൽ നിന്ന് ഇനി ചെരുപ്പ് മാറിയിട്ടേ പോകാൻ പറ്റൂ. അതും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ സ്കൂളിൽ ഇരിക്കുന്നത് തന്നെ ഞാൻ കാല് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ. ആരും കാണാതെയാണ് ഇരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. വീട്ടിൽ ഇടുന്ന ചെരുപ്പ് എന്ന് പറയുമ്പോൾ ഊഹിക്കായി എന്തോരം കൂറ സാധനമായിരിക്കുമെന്ന്. അപ്പോൾ ഇതുവരെ എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. ഇതാദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ പറ്റുന്നത്. അങ്ങനെ മക്കൾ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ.